ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമിന് ഒരു 9 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക്, ഓക്കെ 2 മാർക്കല്ല, നമുക്ക് 20 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ ആ ഒരു 9 ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗർ ഷോൺ ബിലോ ദ ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് ഫേസ്, ഐഡൻറ്റിഫൈ ദ ഫേസ്. ഇത് ഏതാണ് അല്ല, എല്ലാവരും ഇങ്ങനെ അസംബ്ലിക്ക് വരിയായി നിരനിരയായി നിൽക്കുന്ന ഈ ഒരു ഫേസ് കണ്ടാൽ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം, ദിസ് ഇസ് മെറ്റാഫേസ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ കീ ഈവൻറ്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ദിസ് ഫേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം. ഒന്ന്, നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് നമ്മളുടെ ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യും അല്ലേ. സ്പിൻഡിൽ ഫൈബേഴ്സ് attach at the kinetochore of chromosome. കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, ക്രോമസോംസ് അലൈൻ അറ്റ് ദി ഇക്വേറ്റർ forming metaphasic plate. അവർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ എക്സാമിനാണ് എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു ട്രിക്സൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ മെറ്റാഫേസിക് പ്ലേറ്റിനൊക്കെ വെറുതെ ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ലൈൻ ഇക്വേറ്ററിൽ ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്താണ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് പെട്ടെന്ന് നോട്ട് ചെയ്യും, ഓ ഈ പോയിന്റ് ആ കുട്ടിക്ക് അത്രത്തോളം ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് അതൊക്കെ അണ്ടർലൈൻ ചെയ്തതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പേപ്പർ മുഴുവൻ അടിവരയിട്ട് വെക്കരുത്. ആവശ്യമുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, observe the figure of cell cycle given below, name the 2 phases of cell cycle. അപ്പം ഇവിടെ നമുക്ക് ഈ 2 phases ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, എയും ബിയും. നടുവിൽ നമുക്ക് എസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് നമ്മുടെ G1 ഫേസ് ആണ്. ആൻഡ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ G2 ഫേസ് ആണ്. സിമ്പിൾ, കാരണം അതിന് നടുവിലുള്ളത് ആരാണ്, എസ് ഫേസ് ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നെയിം 2 phases ഓഫ് സെൽ സൈക്കിൾ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്താണ് ചെയ്തത്. അപ്പോൾ ഇത് ബി പാർട്ടാണ്. ഇനി നെയിം 2 phases ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എഴുതാം, നെയിം 2 phases എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് എഴുതാം, അതേപോലെ തന്നെ എം ഫേസ് എഴുതാം. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള വേറൊരു പോസിബിലിറ്റി, ഓർ നമുക്ക് എന്തോ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഫേസസിലുള്ള ഈവൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ G1 ഫേസിൽ നമുക്ക് എന്ത് പറയാം, സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യും, സെൽ ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, പിന്നെ എന്താണ്, നോ DNA സിന്തസിസ് ഒന്നുമില്ല, സെൽ ഗ്രോത്ത് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യും. ആൻഡ് എസ് ഫേസിലാണെങ്കിലോ സിന്തസിസ് ഓഫ് DNA നടക്കുന്ന ഫേസാണ്. ആൻഡ് G2 ഫേസിലാണെങ്കിലോ ഫൈനൽ പ്രിപ്പറേഷൻ ഫോർ ഡിവിഷൻ ആണ്, ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ G2 ഫേസിൽ നടക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് എഴുതാനുള്ളത്. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ അനിമൽ കിങ്ഡത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ, ഇതിങ്ങനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. ഇവിടെ 3 പോസിബിലിറ്റീസ് ആണ്, ഇതിങ്ങനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈലം കോർഡേറ്റയുടെ ഫീച്ചേഴ്സ് എഴുതാൻ പറയും. ഈ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഫൈലം എന്നിട്ട് നമ്മളോട് പറയും റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് എന്ന് പറയും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫൈലം കോർഡേറ്റിനെയും നോൺ കോർഡേറ്റിനെയും കമ്പയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഇതാണ്, ഫൈലം കോർഡേറ്റ ആണ് അല്ലേ, ഫൈലം കോർഡേറ്റ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, നമ്മൾ അതിൽ നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻസ് കണ്ടെത്തുന്നുണ്ട്. സോ ഏറ്റവും പുറമേ ഉള്ളത് ഒരിക്കലും നോട്ടോ കോഡ് അല്ലാതെ എന്താണ്, നെർവ് കോഡാണ്. സോ നെർവ് കോഡ്, ഓക്കെ, നെർവ് കോഡാണ് ഏത്, എ. ദെൻ ബി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളതാണ്, അത് നമ്മുടെ നോട്ടോ കോഡ്. ദെൻ നമുക്കിവിടെ കാണാം സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ്, ദെൻ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഏനൽ ടെയിൽ പാർട്ട്.
പിന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വെൻട്രൽ ആണെന്നും കൂടി പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ഫൈലം കോർഡേറ്റയുടെ ഫീച്ചേഴ്സും കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞാൽ അത് നോൺ കോർഡേറ്റയുടെ ഫീച്ചറായി മിസ് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ അത് എഴുതി തരാം കേട്ടോ. ദെൻ വിച്ച് ഇസ് ദ സ്പെഷ്യൽ ലീഫ് അനാട്ടമി സീൻ ഇൻ C4 പ്ലാന്റ്സ്? അപ്പോൾ C4 പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇസ് 4 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് ഇതിനെ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു പേര്, ഇപ്പോൾ C3 സൈക്കിളിന് നമ്മൾ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് പോലെ C4 സൈക്കിളിന് വേറൊരു പേര് പറയാറുണ്ട്. അത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമിയാണ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഈൽഡ് ആർ ബെറ്റർ ഇൻ C4 പ്ലാന്റ്സ് ദാൻ C3 പ്ലാന്റ്സ്. വൈ? എന്തുകൊണ്ടാണ് C4 പ്ലാന്റ്സിൽ ബെറ്റർ പ്രൊഡക്ടിവിറ്റിയും ഈൽഡും കിട്ടാൻ കാരണം? ബിക്കോസ് photo respiration, which is a waste process, is absent. In C4 plants. C4 പ്ലാന്റ്സിൽ എന്തില്ല, ആ ഒരു വേസ്റ്റ് പ്രോസസ്സ് ആയിട്ടുള്ള ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അപ്പോൾ ഉള്ള എനർജിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റിയും ഈൽഡും ആരിൽ ബെറ്റർ ആയിരിക്കുന്നത്, നമ്മുടെ C4 പ്ലാന്റ്സിൽ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് ഇവിടെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓരോരുത്തരുടെയും പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ്, എന്താണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്, ഓക്കെ, പിന്നെ അതിന് എക്സാമ്പിൾ, പിന്നെ അതേപോലെ തന്നെ എൻസൈമും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുമ്പം ഇവിടെ C3 പ്ലാന്റ്സിൽ ആരാണ്, നമ്മുടെ RUBP ആണ്, വിച്ച് ഇസ് എ 5 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ദെൻ C4 പ്ലാന്റ്സിൽ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ്, വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ 3 കാർബണും 1 കാർബണും കൂടി ചേരുമ്പോൾ ഓക്സാലോ അസിറ്റിക് ആസിഡ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. ഇവിടെ 5 കാർബണും 1 കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള 6 കാർബൺ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണ്, ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആണ്. ഇതൊരു 3 കാർബൺ ആണ്, പക്ഷേ 2 മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ദെൻ അടുത്തത് ലീഫ് അനാട്ടമി. ഇവിടെ നോർമൽ അനാട്ടമി ആണെങ്കിൽ C4 പ്ലാന്റ്സിന് ക്രാൻസ് അനാട്ടമി. അടുത്തത് എക്സാമ്പിൾ ഇവിടെ ഹിബിസ്കസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, മെയ്സ് പറയാം, സോർഗം പറയാം, അതൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഇവരുടെ നമ്പർ ഇല്ലേ, അവരുടെ നമ്പർ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരാം, ഇവരുടെ എണ്ണം വെച്ചിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ന്യൂട്രോഫിലാണ് നമുക്ക് ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. എത്രയാണ്, ഒരു 60 to 65% കാണുന്നുണ്ട്. ന്യൂട്രോഫിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ് ആണ്. ദെൻ അടുത്തത് ബേസോഫിൽ ഏറ്റവും കുറവാണ്, അതായത് എത്രയായിട്ട് വരും, ഒരു 0 to 0.1% അത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് തിരിച്ചാൽ വരാം, 0.1 to 0% ഒക്കെയാണ് വരാം, 0.1 to 0% ഒക്കെയാണ് ഇത് വരുന്നത്. ഇനി ബേസോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ആ കെമിക്കൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെക്രീറ്റ്, ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, അതേപോലെ തന്നെ എന്താണ്, ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറട്ടോണിൻ പോലത്തെ കെമിക്കൽസ് ഉണ്ടാക്കാം. ദെൻ ഈസനോഫിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു 2 to 3% ഒക്കെ വരുന്നത്. 2 to 3% വരുന്ന നമ്മുടെ ഈസനോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അലർജിക് റിയാക്ഷൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ്. ലിംഫോസൈറ്റ് ആണെങ്കിൽ നമുക്കൊരു 20 to 25% ഉണ്ട്. സെക്കൻഡ് ഏറ്റവും കൂടുതലുള്ള ആളാണ്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണം. നമുക്ക് B and T ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഉള്ളതാണ് നമ്മളുടെ മോണോസൈറ്റ്, 6 to 8% കാണുന്നുണ്ട്. അതും എന്താണ്, ഫാഗോസൈറ്റോസിസ് തന്നെയാണ്. ഇനി നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദ നോഡൽ ടിഷ്യൂസ് ഇൻഡിക്കേറ്റഡ് ആസ് A and B. ഇവിടെ A എന്നും B എന്നും കാണിച്ചിരിക്കുന്നത് 2 നോഡൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ ആ നോഡൽ ടിഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. A ഏതാണ്, B ഏതാണ്? A എന്ന് പറഞ്ഞാൽ നമ്മുടെ SA നോഡാണ് അല്ലേ, സൈനോ ഏട്രിയൽ നോഡ്. SA നോഡിൻ്റെ ഫുൾ എന്താ, സൈനോ ഏട്രിയൽ നോഡ്. ദെൻ B എന്ന് പറഞ്ഞാൽ AV നോഡാണ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. റെഡി? ഇനി അടുത്തത് വൈ എ ഇസ് കോൾഡ് പേസ് മേക്കർ. നമുക്കറിയാം SA നോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേസ് മേക്കർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എനെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ SA നോഡിനെ എന്തുകൊണ്ടാണ് പേസ് മേക്കർ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SA നോഡ് എന്താണ്, അതിന് സ്വന്തമായിട്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാനും ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അല്ലേ. SA നോഡ് ക്യാൻ ജനറേറ്റ് and maintain rhythmic contractile activity of heart.
നമ്മളുടെ ഹാർട്ടിൻ്റെ ആ ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇനീഷ്യേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, പേസ് മേക്കർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. ഇവിടെ നമുക്കൊരു കപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഈ ഡയഗ്രാം, ഈ ഒരു കപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സാധനം ഇരിക്കുന്ന ഈ ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, നമുക്ക് ഒന്നുകിൽ പറയാം ഇത് റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി ഓർ മാൽപീജിയൻ ബോഡി. റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്നാണ് പറയാം. ദെൻ അടുത്തത്, ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. ഇവിടെ ഒന്നിനെ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കപ്പിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഏതാണ്, ബി ഏതാണ്? അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങോട്ടേക്ക് വരുന്ന ആളാണ് അല്ലേ, അറൈവ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ദിസ് ഇസ് എഫറൻറ്റ് വെസൽ അല്ലെങ്കിൽ എഫറൻറ്റ് ആർട്ടീരിയോൾ. തൽക്കാലം എഫറൻറ്റ് വെസൽ എന്ന് പറയാം. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂമാൻസ് ക്യാപ്സ്യൂൾ. റെഡി? ഇനി വാട്ട് ഈസ് ഗ്ലോമെറുലസ്? നമുക്കറിയാം ഈ ഒരു എഫറൻറ്റ് വെസൽ പിന്നീട് കുറേ നെറ്റ്വർക്ക്, കാപ്പിലറി നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നതാണ്. സോ ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്. കാപ്പിലറീസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോമെറുലസ് എന്ന് പറയണേ. ഇത് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അഗെയിൻ ഫ്രം ദ ചാപ്റ്റർ നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസും എഡ്രിനൽ കോർട്ടെക്സും കൂടിയുള്ള നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസിൻ്റെ ആ ഒരു റെഗുലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ നോക്കിക്കേ, ഫോൾ ഇൻ GFR ഉണ്ട്, ആക്ടിവേറ്റ് JG സെൽസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ GFR അല്ലേ, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ അളവ് കുറയുമ്പം അങ്ങനെ പ്രഷർ കുറയുന്ന സമയത്താണ് JG സെൽസ്, ജെക്സ്റ്റാ ഗ്ലോമെറുലാർ സെൽസ് സ്റ്റിമുലേറ്റ് ആയിട്ട് റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ റെനിൻ ആൻജിയോടെൻസിനോജൻ ആദ്യം ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആൻജിയോടെൻസിൻ 1 കുറച്ച് കഴിഞ്ഞാൽ ആൻജിയോടെൻസിൻ 2 ആകും. ഇതെന്ത് ചെയ്യും, ഇത് നമ്മളുടെ പ്രഷറൊക്കെ കൂട്ടിയിട്ട് GFR ഇൻക്രീസസ്. ഓക്കെ, പ്രഷർ കൂട്ടും. എങ്ങനെ, വാസോ കൺസ്ട്രക്ഷൻ എഫക്റ്റ് ഉള്ളതുകൊണ്ട് പ്രഷർ കൂട്ടുന്നു. രണ്ടാമതായിട്ട് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യും, സോഡിയത്തിനെയും വാട്ടറിനെയും റീഅബ്സോർബ് ചെയ്തുകൊണ്ട് വീണ്ടും പ്രഷർ കൂട്ടും, അങ്ങനെ GFR കൂട്ടും. ഓക്കെ, ഇനി മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോഡേറ്റയുടെയും നോൺ കോഡേറ്റയുടെയും കമ്പാരിസൺ കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, എന്താണ് നമ്മുടെ ആ ഒരു C4 പാത്വേയുടെ വേറൊരു പേര്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളെല്ലാവരും ഇപ്പോൾ +1 അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് +2 അഡ്മിഷൻസ് ഇപ്പോഴേ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബുക്ക് സെറ്റ് നേരത്തെ കിട്ടുന്നതായിരിക്കും. കാരണം 1000 സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബാച്ചും കിട്ടും, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിലൊക്കെ പഠിച്ച മക്കൾക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സ് തീർക്കുന്നത്, അത് കഴിഞ്ഞുള്ള റിവിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഫൈലം കോഡേറ്റ, ഫൈലം നോൺ കോഡേറ്റ. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഫൈലം കോഡേറ്റയുടെ ഫീച്ചേഴ്സ് അല്ലേ. നമുക്ക് ആദ്യം എന്താ ഉള്ളത്, നോട്ടോകോഡാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. നോട്ടോകോഡ് പ്രസൻറ്റ്, അപ്പോൾ അവിടെ നേരെ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഫീച്ചർ എന്താണ്, ഡോർസൽ ആണ്, ഹോളോ ആണ്, സിംഗിൾ നെർവ് കോഡാണ്. ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഗിൽ സ്ലിറ്റ്സ് പ്രസൻറ്റ്. ഇവിടെ പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസൻറ്റ്, പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസൻറ്റ്. സർക്കുലേറ്ററി സിസ്റ്റം വെൻട്രൽ. അപ്പോൾ മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം മിസ് ഇതിൻ്റെ കളർ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നോട്ടോകോഡ് പ്രസൻറ്റ് എന്ന് എഴുതിയ സ്ഥലത്ത് നമുക്ക് ഇവിടെ എന്ത് വരണം, ഇവിടെ നമുക്ക് നോട്ടോകോഡ് ആബ്സെൻ്റ് ആണെന്ന് വരണം. നോട്ടോകോഡ് ആബ്സെൻറ്റ്. ഓക്കെ, നോട്ടോകോഡ് ആബ്സെൻറ്റ്. ഇനി ഡോർസൽ ഹോളോ സിംഗിൾ നെർവ് കോഡ്. അപ്പോൾ ഇത് കംപ്ലീറ്റുമായി ഡോർസൽ അല്ല, പകരം വെൻട്രലാണ്. ഹോളോ ആണെങ്കിൽ അത് സോളിഡ് ഫിൽഡ് ആയിരിക്കും. സിംഗിൾ ആണെങ്കിൽ ഡബിൾ നെർവ് കോഡ്. എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ്, വെൻട്രൽ, സോളിഡ്, ഡബിൾ നെർവ് കോഡ്.
ദെൻ ഇവിടെ എന്താണ്, ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ്. പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഏനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ. സർക്കുലേറ്ററി സിസ്റ്റം വെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ഡോർസൽ ഇഫ് പ്രസൻറ്റ്, ഉണ്ടെങ്കിൽ ഡോർസൽ ആയിരിക്കും. കഴിഞ്ഞു. ജസ്റ്റ് ഓപ്പോസിറ്റ്. കോർഡേറ്റഡും നോൺ കോർഡേറ്റഡും കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഇതിൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ ഒരു C4 പാത്വേയുടെ ഓൾട്ടർനേറ്റ് നെയിം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.